നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഒരു രസമാണ്. നമുക്കൊരു പ്ലേ സ്റ്റേഷനൊക്കെ കളിക്കുന്ന പോലെ പാസ് സ്വിച്ച് ഉണ്ടോ, ഒരു രക്ഷയില്ല. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു റിവ്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു റിവ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വന്ന് റിവ്യൂ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് നമ്മളിപ്പോൾ ആലപ്പുഴ ബീച്ചിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ബൈക്ക് ഏതാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാവും. നിങ്ങൾ ഗസ് ചെയ്യേണ്ട. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മിറ്റിയോർ 350 ആണ്. അപ്പോൾ ഏകദേശം നമ്മളൊരു 180 കിലോമീറ്ററോളം നമ്മൾ ഈ വണ്ടി ഓടിച്ചു കഴിഞ്ഞു. അത്യാവശ്യം ദൂരം ഓടിച്ചതിന് ശേഷം റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ ഒരു 150 കിലോമീറ്റർ ഓടിച്ചു. പിന്നെ കായംകുളത്തു നിന്ന് പിന്നെ ആലപ്പുഴ വരെ വന്നു. അപ്പോൾ അത്രയും കിലോമീറ്റർ ഓടിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഇൻട്രോ തന്നെ എടുക്കുന്നത്. ബൈക്ക് ഒരു രക്ഷയില്ല. ആദ്യത്തെ ഫീൽ തന്നെ നമ്മൾ ബൈക്കിൽ കയറിയിരുന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ബൈക്ക് ഭയങ്കര സൈലൻറ്റ്. അതായത് നമ്മുടെ ഇൻ്റർസെപ്റ്ററൊക്കെ ഫസ്റ്റ് നമ്മൾ ഓടിച്ചൊരു ഫീലുണ്ടല്ലോ, ആ ഒരു ഫീലായിരുന്നു. ഒരു രക്ഷയില്ല. വണ്ടി മൂവ് ചെയ്തപ്പം ഇത് ഏതാണ് വണ്ടി, റോയൽ എൻഫീൽഡിൻ്റെ വണ്ടി തന്നെയാണോ? ശരിക്കും റോയൽ എൻഫീൽഡ് കസ്റ്റമർ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഫാൻ ഫീഡ്ബാക്ക് എടുത്തതിന് ശേഷം നിർമ്മിച്ചൊരു വണ്ടി എന്ന് തന്നെ നമുക്കിതിനെ പറയാം. അപ്പം ബാക്കി നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ഓടിച്ചുകൊണ്ട് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. ഇതൊരു റൈഡ് ഓറിയൻറ്റഡ് വീഡിയോ ആയിരിക്കും. ഓടിക്കുമ്പോൾ ഉള്ളൊരു കംഫർട്ടായിരിക്കും ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ ഡയറക്റ്റ് പോവാമല്ലേ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസൊക്കെ ആദ്യം തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ ബൈക്കിൻ്റെ ഒരു ലുക്ക് കണ്ടോ, സംഭവം ഒരു രക്ഷയില്ല. സൈഡിൽ നിന്നൊക്കെ നല്ല വേറൊരു ടൈപ്പ് വണ്ടി പോലെയാണ്. നമുക്കൊരു റോയൽ എൻഫീൽഡിൻ്റെ നോർമൽ വണ്ടിയിൽ നോക്കുന്നൊരു ഫീലല്ല. നല്ല ബൾക്കി ആയിട്ട്, നല്ല മസ്കുലറായിട്ട്, നല്ല അടിപൊളി ഒരു ലുക്ക് ആൻഡ് ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ സ്വിച്ചസൊക്കെ നല്ല ഒരു പ്രീമിയം ഫിനിഷിൽ വന്നിരിക്കുന്ന സ്വിച്ചസാണ്. ഈ ഒരു റോട്ടറി സ്വിച്ച് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഒരു രസമാണ്. നമുക്കൊരു പ്ലേ സ്റ്റേഷനൊക്കെ കളിക്കുന്ന പോലെ പാസ് സ്വിച്ച് ഉണ്ടോ, ഒരു രക്ഷയില്ല. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സിംഗിൾ ഹോണാണ് വരുന്നത്. ഞാൻ കേൾപ്പിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഒരു ഹോൺ വരുന്നത്. പിന്നെ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലോങ് റൈഡ് പോകുമ്പോൾ നമുക്ക് ഹസാർഡ് ലൈറ്റ് ആവശ്യമാണ്. നോർമലി നമ്മൾ ആഫ്റ്റർ മാർക്കറ്റിൽ നിന്നുള്ള ഹസാർഡ് ലൈറ്റ് മേടിക്കുന്ന സമയത്ത് നമുക്ക് സ്വിച്ചസൊക്കെ ഇവിടെയാണ് നമുക്ക് പിടിപ്പിക്കാൻ പറ്റുക. ഇതിപ്പോൾ ഇവിടെ ഇതിൻ്റെ ഹസാർഡിൻ്റെ സ്വിച്ച് കൊടുത്തേക്കുന്നതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ വളരെ കാലമായിട്ട് പറയുന്നൊരു കാര്യമാണ് ഈ ഒരു മിററിൻ്റെ വൈബ്രേഷൻ. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും, വളരെ ചെറിയ തോതിലുള്ള വൈബ്രേഷൻ മാത്രമേ ഈ മിററിനുള്ളൂ. നല്ല വിസിബിലിറ്റി ഉണ്ട്, മാത്രമല്ല നല്ല വൈഡുമാണ് മിറർ. നോർമലി നമ്മൾ ക്ലാസിക് 350 ഇരിക്കുന്ന സമയത്ത് നമുക്ക് ജാക്കറ്റും കൂടി ഇട്ടാൽ, ഇനി ജാക്കറ്റ് ഇല്ലെങ്കിൽ പോലും നമ്മുടെ കൈ കാരണം നമുക്ക് സൈഡൊന്നും കാണാൻ പറ്റത്തില്ല, ബാക്കൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൽ ഇപ്പം ഞാൻ കണ്ടിട്ട് നല്ല വൈഡാണ്. നമുക്ക് രണ്ട് സൈഡിലെ മിററും നല്ലൊരു വിസിബിലിറ്റി ബാക്കിലേക്ക് തരുന്നുണ്ട്. പിന്നെ ഈ ഒരു വിൻഷീൽഡ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ലോങ് റൈഡിൽ പോകുമ്പോൾ വിൻ ബ്ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം വരാൻ ചാൻസ് ഉണ്ട്. ലോങ് റൈഡ് പോയവർക്കൊക്കെ അറിയാം. പക്ഷേ ഇതിൻ്റെ ടോപ്പ് എൻഡിൽ മാത്രമേ ഉള്ളൂ ഈ വിൻഷീൽഡ്. നല്ല രീതിയിൽ ഇത് വിൻഡ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും ഇത് ലോങ് റൈഡ് പോകുന്നവർക്ക്. പിന്നെ ഇതിൽ ടേൺ ബൈ ടേൺ നാവിഗേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്രിപ്പർ നാവിഗേഷൻ്റെ ആപ്പിൽ എങ്ങനെയാണ് ഇത് കോൺഫിഗർ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ നാവിഗേറ്റ് എന്ന് പറയുന്ന സംഭവം എടുക്കാം. ഇപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ആപ്പ് നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിൽ നാവിഗേറ്റ് എടുക്കാം. ഈ ഹെൽമെറ്റിൻ്റെ ഐക്കണിൽ പ്രസ് ചെയ്യാം. ഇതിൽ നമുക്കിപ്പം നമ്മുടെ ഡിവൈസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ പെയർ ചെയ്തിട്ടില്ല. REDIST. അതുപോലെ തന്നെ ഇവിടെ ഒരു കോഡ് കണ്ടോ, ഈ കോഡ് നമ്മളിവിടെ എൻ്റർ ചെയ്യുക. 3799020. ഓക്കെ അടിക്കുക, കണക്റ്റ് അടിക്കുക. ഇനി നമുക്ക് പോകേണ്ട ഡയറക്ഷന് എടപ്പള്ളി ആണെന്നുണ്ടെങ്കിൽ എടപ്പള്ളി സെറ്റ് ചെയ്യുക, ഗെറ്റ് ഡയറക്ഷൻ അടിക്കുക, എന്നിട്ട് നാവിഗേറ്റ് അടിക്കുക. ഇനി നമുക്ക് നാവിഗേഷൻ ഇവിടെ കാണാം, കണ്ടോ. അതുപോലെ തന്നെ നമുക്ക് ഒരു ഇൻ്റർകോമോ അല്ലെങ്കിൽ ഒരു ബ്ലൂടൂത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്കത് കേൾക്കാനും സാധിക്കും. അപ്പോൾ ചില ഇതുപോലുള്ള ഒരു നാവിഗേഷൻ സിസ്റ്റത്തിൻ്റെ, ഇപ്പോൾ ഞാൻ ഇതിനു മുമ്പ് വേറൊരു നാവിഗേഷൻ സിസ്റ്റം സെപ്പറേറ്റ് ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ടുള്ള ആളാണ്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് പറയുന്ന കാര്യങ്ങൾ വളരെ ചെറിയ വോയിസിലാണ് കേൾക്കുന്നത്. അത്യാവശ്യം നല്ലൊരു വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഇതെടുത്ത് പോക്കറ്റ് ഇട്ടാൽ മതി. കറക്റ്റായിട്ട് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 10x10 നാവിഗേഷൻ കിട്ടുന്നതാണ്. കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞും തരും. അതൊരു നല്ലൊരു ഫീച്ചറാണ്. കാരണം നമുക്ക് ഫോൺ എവിടെ മൗണ്ട് ചെയ്യേണ്ട. പിന്നെ ഇതിനകത്തിൽ USB ചാർജർ വരുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ കണ്ടോ, ഈ ഒരു പോർഷനിൽ USB ചാർജർ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്കൊരു ലോങ് റൈഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു കിടിലൻ ഫീച്ചറാണ്. കാരണം നമ്മളിവിടെ ഒരു റാം മൗണ്ട് പിടിപ്പിച്ചാൽ പോലും നല്ലൊരു കട്ടറിലൊക്കെ ചാടുമ്പം ഇപ്പം ഞാൻ K2K റൈഡ് പോയ സമയത്ത് റാം മൗണ്ടിൽ നിന്നൊക്കെ തെറിച്ചു പോയിട്ടുണ്ട്. കാരണം ഞാൻ അതിൻ്റെ ഒരു ബെൽറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ നാവിഗേഷൻ കൊടുത്തു കഴിയുമ്പോൾ ഈ ഒരു 10x10 ഒരു നാവിഗേഷനാണ് കാണിക്കുന്നത്. ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മുടെ 3 കിലോമീറ്റർ ഇവിടെ കാണിക്കുന്നുണ്ട്. അടുത്ത ടേൺ അതായത് ഒരു 20 മീറ്റർ കഴിയുമ്പോൾ യു ടേൺ എടുക്കണം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ ഓരോ ടേണിനും നമുക്കൊരു 10x10 ഒരു ഇൻഡിക്കേഷൻ ഇതിനകത്ത് കാണിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ ഒരു ട്രിപ്പർ നാവിഗേഷൻ എന്ന് പറയുന്ന ഫീച്ചർ. ഇനി ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനെ പറ്റി പറയുകയാണെങ്കിൽ അല്പം മുന്നോട്ടാണ് നമ്മൾ കാല് വെച്ചിരിക്കുന്നത്. വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്കിരുന്ന് ഒരുപാട് ദൂരം ഓടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സീറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. റോയൽ എൻഫീൽഡ് മിറ്റിയോറിൻ്റെ ടാങ്ക് കപ്പാസിറ്റി ഒരു അല്പം കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി 15 ലിറ്ററാണ്. ഇനി ഇതിൻ്റെ പവർ 20.2 bhp നമുക്ക് കിട്ടുന്നത് 6100 RPM-ലും. അതുപോലെ തന്നെ ഇതിൻ്റെ ടോർക്ക് 27 ന്യൂട്ടൺ മീറ്റർ നമുക്ക് കിട്ടുന്നത് 4000 RPM-ലുമാണ്. BS6 എഞ്ചിനാണ് ഇതിന് കമ്പനി കൊടുത്തിരിക്കുന്നത്. മിറ്റിയോർ 350യുടെ വെയിറ്റ് തണ്ടർബേർഡ് എക്സിനെക്കാട്ടിലും 6 കിലോ കുറവാണ്. 191 കിലോഗ്രാമാണ് ഇതിൻ്റെ ക്രബ് വെയിറ്റ് വരുന്നത്. ഒരു ക്രൂസിംഗ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ, ഒരു ടൂറിംഗ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് ദൂരം ഓടിച്ചിട്ട് റിവ്യൂ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ കുറച്ച് ദൂരം ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഒരു ഗിയറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഒരു പക്ഷേ ഞാൻ ഓടിക്കുന്ന ബൈക്കിന് അത് ഉള്ളത് കൊണ്ടാവാം പല തവണയും എനിക്കൊരു ഗിയർ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും നമുക്ക് കംഫർട്ടബിളായിട്ട് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു സ്പീഡ് 90, 100 എന്നുള്ളൊരു സ്പീഡ് ആയതുകൊണ്ടും നമ്മുടെ റോഡിൻ്റെ ഒരു സാഹചര്യം വെച്ചിട്ട് നമുക്ക് 5 ഗിയർ തന്നെ മതിയെന്നും തോന്നിയിട്ടുണ്ട്. നല്ലൊരു റൈഡിങ് കംഫർട്ട് തരുന്നൊരു ബൈക്ക് തന്നെയാണ് റോയൽ എൻഫീൽഡിൻ്റെ മിറ്റിയോർ 350. ഞാനൊരു 85 കിലോമീറ്റർ സ്ട്രെച്ച് ഓടിച്ചപ്പോഴും എനിക്ക് നല്ല കംഫർട്ടബിളായിട്ടിരുന്ന് ക്രൂസ് ചെയ്ത് പോകാൻ സാധിച്ചു. നമ്മൾ ഏകദേശം ഒരു 350 കിലോമീറ്ററോളം ഇത് ഓടിച്ചു. പക്ഷേ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തപ്പം മൈക്കിന് എന്തോ ഒരു പ്രശ്നം കാരണം നമ്മുടെ വോയിസ് ഒന്നും അതിനകത്ത് കിട്ടിയില്ല. റോയൽ എൻഫീൽഡ് മിറ്റിയോർ 350 തണ്ടർബേർഡ് എക്സിനെ റീപ്ലേസ് ചെയ്യുന്നൊരു ബൈക്കാണെങ്കിൽ പോലും അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന് തന്നെ പറയാം. ചെറിയ ഒരു ലുക്കിലുള്ള ഒരു റിസംബ്ലൻസ് ഒഴിച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള സ്പെക്കാണ് റോയൽ എൻഫീൽഡ് ഈ ബൈക്കിന് കൊടുത്തേക്കുന്നത്. ഒരു പുതിയ എൻജിൻ തന്നെയാണ്, ജെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു പുതിയ എൻജിൻ തന്നെയാണ് ഈ ഒരു ബൈക്കിന് റോയൽ എൻഫീൽഡ് കൊടുത്തിരിക്കുന്നത്. പുതിയ എൻജിൻ മാത്രമല്ല, ഇതിന് ചേസും ഡിഫറൻ്റ് ആണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും, ഓരോ എലമെൻസും ഡിഫറൻ്റ് ആണ്. പുതിയ ഒരു ബൈക്കെന്ന് തന്നെ നമുക്കിതിനെ പറയാം. പിന്നെ മിറ്റിയോർ 350 3 കളർ വേരിയൻറ്റിലാണ് വരുന്നത്. ഫയർബോൾ, സ്റ്റെല്ലാർ, സൂപ്പർനോവ. അതിനകത്തിലെ സൂപ്പർനോവയാണിത്. ഫയർബോൾ എന്ന് പറയുമ്പം ബേസ് മോഡലും, സ്റ്റെല്ലാർ എന്ന് പറയുമ്പം മിഡ് മോഡലും, സൂപ്പർനോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈ എൻഡ് മോഡലുമാണ്. അപ്പോൾ ഇതിൽ സൂപ്പർനോവയിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിൻഷീൽഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എൻജിൻ ഭാഗത്തുള്ള ഈ ഒരു ക്രോം ഫിനിഷും, സൈലൻസറിലെ ക്രോം ഫിനിഷും, അങ്ങനെ പിന്നെ ഈ ഒരു 3D ബാഡ്ജ്, റോയൽ എൻഫീൽഡിൻ്റെ ഈ ഒരു 3D ബാഡ്ജ്, അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളാണ് ഇതിൻ്റെ ഒരു ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ വരുന്നത്. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്ററിലും ആ ഒരു ക്രോം ഫിനിഷ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഗിയർ ലിവറിലും ക്ലച്ചിലും എല്ലാം നമുക്ക് ആ ഒരു ക്രോം ഫിനിഷ് കാണാൻ സാധിക്കും. പിന്നെ ഇതിന് 300 മില്ലിമീറ്റർ ഫ്രണ്ട് ഡിസ്ക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 270 മില്ലിമീറ്റർ ബാക്ക് ഡിസ്ക്കാണ് വന്നിരിക്കുന്നത്. ഏകദേശം നല്ലൊരു വലുപ്പമുള്ള ഡിസ്ക്കാണ് അവർ ബാക്കിലും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് എഫിഷ്യൻസി പറയാതിരിക്കാൻ വയ്യ. അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് എഫിഷ്യൻസി ഉണ്ട്. ഡ്യുവൽ ചാനൽ ABS ആണ് ഇതിന് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ 19 ഇഞ്ച് ഫ്രണ്ട് അലോയി ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ വന്നിരിക്കുന്നത് 17 ഇഞ്ച് അലോയി ആണ്. ഇതിൻ്റെ ടയറിനെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. സിയറ്റിൻ്റെ സൂം പൾസ് എന്ന് പറയുന്ന ടയറാണ്. ഞാൻ ഇത് ഇപ്പോൾ അത്യാവശ്യം ഒരു 350 കിലോമീറ്റർ ഓടിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ ടയർ നമുക്ക് തരുന്നൊരു റോഡ് പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ലൊരു ടയറാണ്. ഫ്രണ്ടിൽ 100 സെക്ഷൻ ടയേഴ്സും ബാക്കിൽ 140 സെക്ഷൻ ടയേഴ്സുമാണ് വരുന്നത്. 140 ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എന്താ പറയുക, ഒരു മസ്കുലാർ ഫീല് നമുക്ക് ബാക്കിൽ നിന്ന് നമുക്ക് തോന്നുന്നുണ്ട്.
ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിംഗ് ടൈപ്പ് LED തന്നെയാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേനെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു വൈകുന്നേരം അല്ലെങ്കിൽ ഒരു രാത്രി ആകുമ്പോഴാണ് അതിൻ്റെ ഒരു വിസിബിലിറ്റി. പിന്നെ ഇതിൽ ഹാലോജൻ ലൈറ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ആറിയുടെ ഒരു ലോഗോ ആ ബൾബിൽ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പ്രീമിയം ഫിനിഷ് കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഇനി വിൻഷീൽഡിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വിൻഷീൽഡാണ്. പിന്നെ ഇവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയ്റോഡൈനാമിക് ആയിട്ടുള്ള ഒരു വിൻഷീൽഡ് എന്ന് തന്നെ പറയാം. നമുക്ക് ലോങ് റൈഡിൽ പോകുമ്പോൾ വളരെ യൂസ്ഫുള്ളാണ്. ഞാൻ ഇന്നലെ ഒരു 85 കിലോമീറ്ററോളം നമ്മൾ സ്ട്രെച്ച് ഓടിച്ചപ്പം നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ട് തോന്നിയൊരു സംഭവമാണ് ഈ ഒരു വിൻഷീൽഡ്. ദൂരെ നിന്ന് വരുമ്പോൾ ഇത് മിറ്റിയോർ 350 ആണെന്ന് തന്നെ നമുക്ക് തോന്നാൻ പാകത്തിനുള്ള രീതിയിലാണ് അവർ ആ ഒരു DRL ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നാലും ഇത് ഡേ ടൈമിൽ അത്യാവശ്യം വിസിബിലിറ്റി കുറവാണോ എന്നൊരു തോന്നൽ എനിക്കുണ്ട്. പക്ഷേ നൈറ്റിൽ നല്ലൊരു വിസിബിലിറ്റിയാണ്. ദൂരെ നിന്ന് വരുമ്പോഴേ നമുക്കിതൊരു മിറ്റിയോർ തന്നെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ മേക്ക് ഇറ്റ് യുവേഴ്സ് എന്ന് പറയുന്ന സംഭവം വെച്ചിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ വണ്ടിയെ കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് ഫുഡ് പെഗ് മാറ്റാം, നമുക്ക് സൈലൻസർ മാറ്റാം. നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നമുക്ക് ഈ വണ്ടിയെ കസ്റ്റമൈസ് ചെയ്യാനുള്ള 1000-ന് മുകളിലുള്ള ആക്സസറീസ് റോയൽ എൻഫീൽഡിൽ തന്നെ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തികച്ചും പുതിയൊരു എഞ്ചിനാണ് മിറ്റിയോർ 350ക്ക് റോയൽ എൻഫീൽഡ് കൊടുത്തിരിക്കുന്നത്. 349 cc ഫ്യൂവൽ ഇഞ്ചക്റ്റഡ് ആയിട്ടുള്ള 2 വാൽവ് മോട്ടറോട് കൂടിയ എയർ കൂൾഡ് SOHC എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇൻ്റർസെപ്റ്റർ 650ലും GT 650ലും കണ്ടുവന്ന കൗണ്ടർ ബാലൻസിങ് ടെക്നോളജിയാണ് ഈ ഒരു എൻജിനിലും അവർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വൈബ്രേഷൻസ് അവർക്ക് കുറയ്ക്കാൻ സാധിച്ചത്. വൈബ്രേഷൻസ് ഒട്ടും തന്നെ ഇല്ല. നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന 41 മില്ലിമീറ്ററോട് കൂടിയ ടെലസ്കോപ്പിക് ഫ്രണ്ട് ഫോർക്കാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ വന്നിരിക്കുന്ന 6 സ്റ്റേജസ് പ്രീ ലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള എമിഷൻ ഷോക്ക് അബ്സോർബേഴ്സാണ്. അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഒരു നല്ലൊരു കുഷ്യൻഡ് സീറ്റാണ് ഇതിന് വന്നിരിക്കുന്നത്. നല്ല ഒരു സീറ്റിംഗ് പൊസിഷനും അതുപോലെ തന്നെ നമുക്ക് ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സീറ്റും തന്നെയാണിത്. കുറച്ച് നമ്മൾ എന്താ പറയുക, കാല് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ പോലും നല്ല രീതിയിൽ നമുക്ക് ഒരു ലോങ് റൈഡിന് നല്ലൊരു കംഫർട്ട് കിട്ടുന്ന ഒരു സീറ്റിംഗ് തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സീറ്റിലേക്ക് ചേർന്ന് അതിൽ തന്നെ ഇരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലോങ് റൈഡിൽ നമുക്ക് ഒട്ടും തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നാത്ത രീതിയിൽ, അല്ലെങ്കിൽ നടുവിന് നമുക്ക് ഒട്ടും തന്നെ ഒരു പെയിൻ വരാത്ത രീതിയിലത്തെ സീറ്റാണ് ഇപ്പോൾ റോയൽ എൻഫീൽഡ് ഈ ഒരു മിറ്റിയോർ 350ക്ക് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബാക്ക് റെസ്റ്റ് വരുന്നത് സൂപ്പർനോവ എന്ന് പറയുന്ന മോഡലിലും സ്റ്റെല്ലാർ എന്ന് പറയുന്ന മിഡ് മോഡലിലുമാണ്. അത്യാവശ്യം നല്ല ബാക്ക് റെസ്റ്റാണ്. നല്ലൊരു പില്യൻ കംഫർട്ട് കിട്ടുന്ന ഒരു ബാക്ക് റെസ്റ്റാണ്. പക്ഷേ ആ ബാക്ക് റെസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ പില്യൻ്റെ സ്ഥലം കുറച്ച് കുറഞ്ഞു പോയോ എന്നൊരു തോന്നൽ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് പില്യനായിട്ടിരിക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് അതിലോട്ട് ചാരി ഇരിക്കാൻ പറ്റുന്നുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാക്ക് റെസ്റ്റാണ്. നമുക്ക് നല്ലൊരു കംഫർട്ട് കിട്ടുന്നു, ഒരു പില്യൻ കംഫർട്ട് കിട്ടുന്നുണ്ട്. ഞാൻ കുറച്ച് ദൂരം പില്യനായിട്ട് ഇരുന്ന് പോയിരുന്നു. അപ്പോഴും നമുക്ക് നല്ലൊരു കംഫർട്ട് ഈ വണ്ടി തരുന്നുണ്ട്. പിന്നെ ഈ ഒരു ബ്രേക്ക് ലിവറും ഈ ഒരു റബ്ബർ പാഡിങ്ങും ഒക്കെ നമ്മുടെ ആ ഒരു യാത്രയ്ക്ക് കുറച്ചും കൂടെ കംഫർട്ട് തരുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വൈബ്രേഷൻ ഒന്ന് നോക്കിക്കളയാം. എൻ്റെ കയ്യിൽ ശരിക്കും റോയൽ എൻഫീൽഡിൻ്റെ കപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ അതെടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ ഈ ബോട്ടിൽ വെച്ച് നമുക്ക് വൈബ്രേഷൻ നോക്കിക്കളയാം. നമ്മൾ സെൻറ്റർ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്, പക്ഷെ വണ്ടി കുറച്ചൊന്ന് ചരിഞ്ഞായിരിക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിക്കളയാം. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, വണ്ടി ഭയങ്കര സ്മൂത്താണ്. ആ ബോട്ടിൽ സാധാരണ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ മുന്നത്തെ ബൈക്കുകളായിരുന്നെങ്കിൽ ആ ബോട്ടിൽ ആദ്യത്തെ സ്റ്റാർട്ടിൽ തന്നെ പറന്നു പോയേനെ. പക്ഷേ ഇപ്പോൾ അതിന് ഒരു കോട്ടം പോലും, ഒരു അനക്കം പോലും തട്ടിയിട്ടില്ല. സത്യത്തിൽ വണ്ടി ചരിഞ്ഞാണ് ഇരിക്കുന്നത്. ക്യാമറയിൽ അത് കാണാൻ സാധിക്കുമെന്ന് അറിയത്തില്ല. എന്നിട്ട് പോലും ആ ബോട്ടിലിന് ഒരു അനക്കം പോലും അവിടെ സംഭവിച്ചിട്ടില്ല. ഇതാണ് നമ്മൾ ആദ്യം മുതലേ പറഞ്ഞ ആ വൈബ്രേഷൻ കുറവാണ് എന്ന് പറഞ്ഞ സംഭവം. ഒരു രക്ഷയില്ല. കിടിലം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഞാനും ഈ വണ്ടി ആദ്യം ഫസ്റ്റ് എടുത്തപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇനി നമുക്കിതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ട് നോക്കാം.
എങ്ങനെയുണ്ട് ഗൈസ്? എല്ലാവർക്കും ഉള്ള ഒരു സംശയമായിരുന്നു, വേറെ എൻജിൻ എന്ന് പറയുമ്പം റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു നോർമൽ ആ ഒരു സൗണ്ട് മാറുമോ എന്നുള്ളത്. നിങ്ങൾ തന്നെ കമൻറ്റിൽ പറ, ഇതിൻ്റെ സൗണ്ട് മാറിയിട്ടുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. കുറച്ചും കൂടെ നല്ല, എന്താ പറയുക, കുറച്ചും കൂടെ ഇന്നത്തെ കാലത്തെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു അടിപൊളി റോയൽ എൻഫീൽഡ് ബൈക്ക് എന്ന് തന്നെ പറയാം. ജെറ്റ് പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ബൈക്കുകൾ വരട്ടെ എന്ന് ഞാൻ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുകയാണ്. ഇനി നമ്മൾ വണ്ടിയിൽ കയറിയിരുന്നുള്ള കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ശരിക്കും ഒരു പ്ലാന്റഡ് ഫൂട്ട് തന്നെയാണ്. രണ്ട് കാലും നിലത്ത് നല്ല രീതിയിൽ കുത്തിയിരിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് വന്നിട്ട് 178 സെൻറ്റിമീറ്ററാണ്. അത്യാവശ്യം ഹൈറ്റ് കുറഞ്ഞവർക്കും ഈ വണ്ടി നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഈവൻ നമ്മൾ വണ്ടിയിൽ കയറിയിരുന്നുള്ള ഹാൻഡിലിംഗ് വെച്ച് പറയുകയാണെങ്കിൽ ലേഡീസിനും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഇനി ഗിയർ ഷിഫ്റ്റിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. ഇതിന് മുന്നത്തെ നമ്മൾ തണ്ടർബേർഡ് X2 ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഷോർട്ടർ ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് തന്നെ പറയാം. പിന്നെ ഹാൻഡിലിംഗ് വളരെ ഡിഫറെൻ്റ് ആണ്. തണ്ടർബേർഡ് X2 ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ടുള്ള ഹാൻഡിലിംഗ് ആണ് വിറ്റുകൾ 350. ഇനി ഇതിൻ്റെ ബ്രേക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ കൊച്ചിയിൽ നിന്നും കായംകുളം പോകുന്ന വഴിക്ക് കുറച്ച് ഹാർഡ് ബ്രേക്കിംഗ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഈ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ക്വിക്ക് റെസ്പോൺസ് കിട്ടുന്നില്ലാത്തൊരു ഫീൽ വരുമെങ്കിലും നമ്മൾ നല്ല ഹാർഡായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ഒരു ക്വിക്ക് റെസ്പോൺസ് തന്നെയാണ് ഈ ഒരു വണ്ടി തരുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചു. ഈവൻ ഒരാൾ ക്രോസ് ചെയ്യുമായിരുന്നു, അപ്പോൾ പെട്ടെന്ന് തന്നെ അത് റെസ്പോണ്ട് ചെയ്തു. നല്ലൊരു ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഈ ബൈക്കിന് കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ ചാനൽ ABS ആണ് ഈ ബൈക്കിന് റോയൽ എൻഫീൽഡ് കൊടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് പേര് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ ഒരു വിൻഷീൽഡ് കാരണം എന്തെങ്കിലും വിസിബിലിറ്റി ഇഷ്യൂസ് ഉണ്ടോ എന്ന്. ഒരു വിസിബിലിറ്റി ഇഷ്യൂസും എനിക്ക് വിൻഷീൽഡ് കാരണം തോന്നിയില്ല. പിന്നെ ഡ്യുവൽ ചാനൽ ABS ആയതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ട് നമുക്ക് ആ വണ്ടിയെ പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ധൈര്യം തോന്നുന്ന രീതിയിലാണ് വണ്ടിയുടെ എൻജിനും ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു ഈ വണ്ടി. ഇനി ആർക്കാണ് ഈ വണ്ടി സ്യൂട്ടബിൾ ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ലോങ് റൈഡൊക്കെ നിങ്ങളുടെ പ്ലാനിങ്ങിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒരു സീറ്റിംഗ് പൊസിഷനൊക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി ചൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് റോയൽ എൻഫീൽഡിൽ കണ്ടുവരുന്ന ഒരു അനലോഗ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ് സ്പീഡോമീറ്റർ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആയിട്ടാണ്. അത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ്. നമുക്ക് ട്രിപ്പ് ബി അതുപോലെ തന്നെ ഫ്യൂവൽ ഇൻഡിക്കേഷൻസൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ നമുക്ക് നേരത്തെ ഒരു റോയൽ എൻഫീൽഡ് ബൈക്കുകളിൽ മിസ്സായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളൊരു റിലാക്സ്ഡ് പൊസിഷനിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഓടിക്കുന്നത്. ഒട്ടും തന്നെ അഗ്രസീവ് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. എന്നാൽ നമ്മൾ ഒരു അഗ്രഷൻ കാണിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നൊരു എൻജിൻ തന്നെയാണ് റോയൽ എൻഫീൽഡ് ഈ ബൈക്കിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതാണ് നമ്മുടെ ഫയർബോൾ എന്ന് പറയുന്ന മോഡൽ. പിന്നെ ഇതിനകത്തിൽ കണ്ടില്ലേ, ഒരു ബ്ലാക്ക് ഫിനിഷാണ് വന്നിരിക്കുന്നത്. സൂപ്പർനോവ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇവിടെ വരുന്ന ഈ ക്രോം ഫിനിഷൊന്നും ഇതിന് വരുന്നില്ല. അതുപോലെ ഇൻഡിക്കേറ്റേഴ്സിലുള്ള ക്രോം ഫിനിഷൊന്നും വരുന്നില്ല. ഒരു ബ്ലാക്ക് ഗ്ലോസി ഫിനിഷാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഫുഡ് പെഗൊക്കെ എക്സ്ട്രാ ആക്സസറിയാണ്. പിന്നെ ഈ ഒരു വൈസർ ഇതും വന്നിട്ട് എക്സ്ട്രാ ആക്സസറിയാണ്. അതുപോലെ ഇതിനകത്തിലെ സീറ്റ്, ലോ റൈഡർ സീറ്റ് എന്ന് പറയുന്ന ഒരു കസ്റ്റമൈസ്ഡ് സീറ്റാണ് ഇതിന് ആഡ് ചെയ്തേക്കുന്നത്. ശരിക്കും നമുക്ക് നമ്മുടെ വണ്ടി നമ്മുടെ ഇഷ്ടാനുസരണം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. റോയൽ എൻഫീൽഡിൻ്റെ ആപ്ലിക്കേഷനിൽ തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഷോറൂമിൽ വന്നിട്ട് ഫുള്ളി നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഈ വണ്ടീനെ മാറ്റാൻ പറ്റും. ഇതാണ് സ്റ്റെല്ലാർ എന്ന് പറയുന്ന മോഡൽ, മിഡ് മോഡൽ. ഇതിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റും ഫുഡ് പെഗും ഒക്കെ കസ്റ്റമൈസ്ഡ് ആണ്. ഇതാണ് നമ്മുടെ മേക്ക് ഇറ്റ് യുവേഴ്സ് എന്ന് പറയുന്നൊരു സെക്ഷൻ. ഇതിനകത്ത് നമുക്ക് നമ്മുടെ വണ്ടി നമ്മുടെ ഇഷ്ടാനുസരണം കസ്റ്റമൈസ് ചെയ്യാം. ഫയർബോൾ എടുത്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നോക്കാം. നമുക്ക് കളർ ചൂസ് ചെയ്യാം. നമുക്ക് യെല്ലോ ഉണ്ട്, അതുപോലെ തന്നെ റെഡ് ഉണ്ട്, വൈറ്റ്, ഗ്രേ, ഗ്രീൻ, ഒരുപാട് കളേഴ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ചൂസ് ചെയ്യാം. നമ്മൾ ഗ്രീൻ ചൂസ് ചെയ്തു. നമുക്ക് പ്രൊട്ടക്ഷൻ എടുത്ത് നോക്കാം. ക്രാഷ് ഗാർഡ് തന്നെ ഒരുപാട് ടൈപ്പ് ക്രാഷ് ഗാർഡ്സ് ഉണ്ട്, കണ്ടില്ലേ? അങ്ങനെ നമുക്ക് ഫുള്ളി നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് തന്നെ എല്ലാ കസ്റ്റമൈസേഷൻ ചെയ്ത് നമ്മുടെ വണ്ടി നമുക്ക് ഇറക്കാൻ പറ്റുന്നതാണ്. സീറ്റ് ഇതാണ് ലോ റൈഡർ സീറ്റ് എന്ന് പറയുന്ന സീറ്റ്. അതുപോലെ നമുക്ക് ബാക്ക് റെസ്റ്റ് ആഡ് ചെയ്യാം. എല്ലാത്തിൻ്റെ എമൗണ്ട് നമുക്ക് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഫുള്ളി കസ്റ്റമൈസ് ചെയ്ത്
നമ്മുടേതായിട്ടുള്ള ഒരു വണ്ടി തന്നെ നമുക്ക് റോയൽ എൻഫീൽഡിൽ നിന്ന് ഇറക്കാൻ പറ്റും. ഒരു കിടിലൻ ഒരു ഫീച്ചറാണ്. നമുക്ക് ഈവൻ നമ്മൾ നിരത്തോട് ഓടിച്ച് പോകുമ്പോൾ തന്നെ ഇത് നമ്മുടെ വണ്ടി എന്ന ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് മിറ്റിയോർ 350യുടെ ഒരു ചെറിയ റിവ്യൂ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ പോസിറ്റീവ് ആൻഡ് സ്റ്റേ ബ്ലസ്. ഇസ് ഗിയർ ബിച്ചു സൈനിങ് ഓഫ്.